കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെ മഹേഷിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. മഹേഷിന്റെ കാല് പിടിച്ചൊക്കെ വിനോദ് മാപ്പ് പറയുന്നുണ്ട്. അങ്ങനെ മഹേഷ് അതിനുശേഷം വീട്ടിലേക്ക് വരികയാണ്. വരുന്ന സമയത്ത് മഹേഷിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ താഴെ ഫ്ളാറ്റിന്റെ താഴെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മഹേഷിന് വീട്ടിലേക്ക് പോലും കയറി പോകാൻ തോന്നിയില്ല. മഹേഷ് നേരെ ഗാർഡനിലേക്ക് പോവാണ്. അവിടെ പോയി ഇങ്ങനെ ആലോചിക്കുകയാണ്. കാരണം മുമ്പ് താൻ അവനെ പഠിപ്പിച്ചു, പിന്നീട് അവസാനം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവന്റെ കൂട്ടാളികളോട് ചേർന്ന് തന്നെ മർദ്ദിച്ചു ഒക്കെ. പിന്നീട് അവൻ പറഞ്ഞ ഓരോ വാക്കുകളും അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷിന് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പൊ അവന് നല്ല മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നി. അല്ലെങ്കിൽ അവൻ തന്റെ കാല് പിടിച്ച് മാപ്പ് പറയേണ്ട കാര്യമില്ല. ചെയ്ത് പോയ തെറ്റുകളൊക്കെ പശ്ചാത്തപിക്കേണ്ട കാര്യമില്ല. പക്ഷെ തനിക്ക് അവനോട് എന്തെങ്കിലും ഒരു വാക്ക് സംസാരിക്കായിരുന്നു. എന്തോ മനസ്സാന് അതിനനുവദിച്ചില്ല. അവൻ പറയുന്ന പോലെ എന്തെങ്കിലും താൻ അവന്റെ നിരപരാധിത്വം മനസ്സിലാക്കി, അല്ലെങ്കിൽ അവനെ എന്തെങ്കിലും അനിയനായിട്ട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അന്ന് ചെല്ലാനായിട്ടാ പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ താൻ അവനെ തന്റെ അനിയനായിട്ട് ഇപ്പൊ സ്നേഹിക്കണമായിരുന്നോ, അല്ല തന്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരണമായിരുന്നോ? അങ്ങനെയൊക്കെ ഒരു ചിന്ത മഹേഷിന്റെ മനസ്സിനെ അങ്ങോട്ട് അലട്ടുവാണ്. എത്രയെന്ന് പറഞ്ഞാലും അനിയനും ചേട്ടനുമാണല്ലോ, ഒരേ ബ്ലഡ് തന്നെയാണല്ലോ. എത്രയൊക്കെ തെറ്റ് എന്ന് പറഞ്ഞാലും അത് പൊറുക്കാതിരിക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് മഹേഷ് അന്ന് അങ്ങനെയൊക്കെ ചെയ്താലും അനിയനുള്ള സ്നേഹം കാരണമാണ് വയറ് പോലും വരിഞ്ഞു മുറുക്കി അനിയന് വേണ്ടി കഷ്ടപ്പെട്ട് അവനെ ഒരു നിലയിലെത്തിക്കാണ്ട് ആ പെടാപ്പാടൊക്കെ പെട്ടത്. പക്ഷെ വൈകിയാണല്ലോ അവൻ തിരിച്ചറിഞ്ഞല്ലോ എന്നൊരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ സമയം അവിടെ തനിച്ചിരുന്ന് ആലോചിച്ചതിന് ശേഷമാണ് വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും രാമദാനി വന്നിട്ട് എന്താണ് മോനെ നിന്റെ മുഖം എന്താ വല്ലായിരിക്കണം നിൽക്കും. ഒന്നുമില്ലാന്ന് പറയണ. അല്ല എന്തോ കാര്യമായിട്ടുണ്ട്, എന്തോ പ്രശ്നമുണ്ടെന്ന് പറയാനുള്ളൂ. ഒന്നുമില്ല അച്ഛാന്ന് പറയണം. ഒന്നുമില്ല കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേങ്കില് സ്വപ്നവല്ലി വിളിച്ചിട്ട് പറഞ്ഞു ഇനിയിപ്പോ ആ ഇഷിത ഡോക്ടറുമായിട്ട് എന്തെങ്കിലും പ്രശ്നമാണോ പറയാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇതൊന്നും അല്ല, അവന്റെ മനസ്സിൽ വേറെ എന്തോ പ്രശ്നം അലട്ടുന്നുണ്ടെന്ന് പറയാണ്. അങ്ങനെ മഹേഷ് മുറിയിലേക്ക് ചെല്ലുവാണ്. ഈ സമയത്ത് ഇഷിതയുടെ മനസ്സിൽ ചിപ്പിമോളുടെ മുഖം വരുവാണ്. പാവം ചിപ്പിമോള്. ഒരു പക്ഷേങ്കില് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് തന്നെ കാണാനായിട്ട് പറ്റിയില്ല. ഇനിയിപ്പോ കുഴപ്പമില്ലല്ലോ, ചിപ്പിമോളെ ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് കരുതിയിട്ട് സൗദാമിനിയുടെ നമ്പറിലേക്ക് വിളിക്കുകയാണ്. സൗദാമിനെ നമ്പറിലേക്ക് വിളിച്ചിട്ട് ചിപ്പിമോൾക്കൊന്ന് ഫോൺ കൊടുക്കാൻ പറയാണ്. അങ്ങനെ ചിപ്പിമോൾക്ക് ഫോൺ കൊടുത്തു. ഈ സമയം ചിപ്പിമോൾ ഷിയാമ്മ കഴിഞ്ഞ ദിവസം ഷിയാമ്മ കണ്ടിട്ട് എന്റെ ചിപ്പിമോളുടെ അടുത്തേക്ക് വരാത്തെന്ന് ചോദിക്കുക. അത് പിന്നെ ഷിയാമ്മയ്ക്ക് എനിക്കറിയാം ചിപ്പിമോളെ കാണാൻ വരുന്ന ആർക്കും ഇഷ്ടമില്ലല്ലേന്ന് ചോദിക്കുകയാണ്. അതിന് ഇനി മോളൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ. അതെ മോൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടെന്ന് പറയാണ്. സർപ്രൈസ് ഗിഫ്റ്റോ? അതെന്താ? അതൊക്കെ വഴിയേ മോൾക്ക് മനസ്സിലാവുമെന്ന് പറയാണ്. ഇനി മോൾക്ക് സങ്കടപ്പെടേണ്ട വരത്തില്ല എന്ന് പറയണം. പ്രോമിസ് ആയിട്ടും പറയുന്നതാണെന്ന് വെക്കും. അതെ പ്രോമിസ് ആയിട്ടും പറയാ, മോള് വിഷമിക്കൊന്നും വേണ്ടെന്ന് പറയാണ്. അങ്ങനെ കുറച്ച് സമയം കൂടെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇഷിതയുടെ മനസ്സിലേക്ക് ഒരു സന്തോഷം വന്നു ചേർന്നേ. ആ സമയത്ത് ആകാശ് ഒരു തീരുമാനം എടുത്തു. എങ്ങനെ ഡോക്ടർ ഇഷിതേനെ പൂട്ടണം. അപ്പൊ അതിന് പറ്റി എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കുക തന്നെ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് വിനോദിനെ വിളിക്കുകയാണ്. വിനോദിനെ വിളിച്ചിട്ടാണ് അതെ ഒരു കാരണവശാലും അവള് പുറത്ത് ആ രേഖകളൊന്നും കൈമാറില്ല. ശോഭയെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ആർക്കും കൈമാറില്ല. പക്ഷെ അതിനു മുമ്പ് എന്തെങ്കിലും കാരണവശാൽ നമുക്ക് പൂട്ടണമെന്ന് പറയാണ്. ഇത് കേട്ടതും വിനോദിച്ച് അതിനെന്താ വഴി, ഒരു കാര്യം ചെയ്താലോ? ഒരു ഉഗ്രം പണി തന്നെയുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിനെ ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ അവളെ വെച്ച് നമുക്കൊരു പണി ചെയ്താലെന്ന് ചോദിക്കാം. എന്ത്? അവൾക്കും അവളുടെ ഹോസ്പിറ്റലിനെതിരെ നമുക്കൊരു പണി അങ്ങോട്ട് കൊടുക്കാം. അത് തന്നെ ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല വഴിയെന്ന് ആകാശ് വിനോദോട് പറയണം. അത് ശരിയാ, പക്ഷെ അത് എത്രമാത്രം സക്സസ് ആവും അറിയാലോ. ഈ ഡോക്ടർ ഇഷിത എന്ന് പറഞ്ഞ കേട്ടടങ്ങത്തോളത്തോളം നല്ല ഒരു ഡോക്ടറാണ്. നേരെ പോകുന്നുള്ള സ്വഭാവക്കാരിയാണ്. പിന്നെ അവൾക്കെതിരെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അതിനല്ലേ നമ്മൾ വാടകയ്ക്കായിട്ട് അതെ ആ പെൺകുട്ടിനെ അച്ഛനും അമ്മയെന്നും പറഞ്ഞ് രണ്ടുപേരെ പുറത്തിറക്കിയിരിക്കുന്നേ. പോരാത്തതിന് ഇഷിതയ്ക്കെതിരെ നമുക്കൊരു കേസ് അങ്ങോട്ട് ഫയൽ ചെയ്യാം. അങ്ങനെ അവളെ പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ. അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകട്ടെ. ഡോക്ടർ ഇഷിതയുടെ നല്ല പേര് അങ്ങോട്ട് പോയി കിട്ടട്ടെ. ഒരു കാരണവശാലും അവള് ഇനിയിപ്പോ ശോഭിയോടൊപ്പം ചേർന്ന് ശോഭിനെ സഹായിക്കുകയും ചെയ്യരുത്. കാരണം അവളെ നമുക്ക് വേണം. നമ്മൾ പറയുന്ന അവൾ അനുസരിക്കണം. ഒരു കാരണവശാലും അവള് നമുക്കെതിരായ നീങ്ങല് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ വിനോദം അത് ശരിയാ, അതൊരു നല്ല കാര്യം തന്നെയാന്ന് പറയാണ്. അങ്ങനെ അവർ പുതിയ പ്ലാനും തന്ത്രങ്ങൾക്ക് തയ്യാറാക്കുന്നുണ്ട്. ഈ സമയം ഇതൊന്നും ഇഷിത അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്താണെങ്കിലും രണ്ടു വീട്ടിലും നല്ല സന്തോഷമായിരുന്നു. കല്യാണം സമ്മതിച്ചല്ലോ. മഹേഷ് സമ്മതിച്ചു, ഇഷിതയെ സമ്മതിച്ചു. പിന്നീട് രണ്ടു കുടുംബത്തിലും സമ്മതമാണല്ലോ. ഇനിയിപ്പം മഹേഷും ഇഷിതയും തമ്മിൽ ഒന്നിച്ചാൽ മാത്രം മതി. അങ്ങനെ മാഷ് രാമദാനെ വിളിച്ചിട്ട് പറഞ്ഞു അല്ല ഒഫീഷ്യലായിട്ടൊരു പെണ്ണുകാണി ചടങ്ങൊക്കെ നടത്തേണ്ടതെന്ന് ചോദിക്കുകയാണ്.
അങ്ങനെ വീട്ടിൽ വന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുക ചെയ്യണം. ഇതിനു മുമ്പ് കണ്ടെങ്കിലും അന്ന് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് പിരിയുവല്ലേ ചെയ്തേ. അങ്ങനെ ശരി, അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയണം. അങ്ങനെ ചടങ്ങുകളൊക്കെ തീരുമാനിച്ച് എല്ലാം സെറ്റ് ചെയ്യുവാണ്. പിന്നീട് അങ്ങനെ അവളെ കാണാനായിട്ട് ഒഫീഷ്യലായിട്ട് മഹേഷും സ്വപ്നവലി അവരെല്ലാരും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ കണ്ട് സംസാരിച്ച് അവരിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ അപ്രതീക്ഷിക്കാത്തൊരു അതിഥി അങ്ങോട്ട് കയറി വന്നേ. മനസ്സിനെയാണ് അങ്ങോട്ട് വരുന്നത്. മനസ്സിനെ ആ ഒരു സമയത്ത് ആരും പ്രതീക്ഷിച്ചൊരു കാര്യമായിരുന്നില്ല അവിടെ. പിന്നീട് ചടങ്ങുകളൊക്കെ നടത്തി എല്ലാവരും അവരങ്ങോട്ട് വീട്ടിലേക്ക് തിരികെ പോവാണ്. തിരികെ പോയി കഴിഞ്ഞപ്പോഴത്തേനും മനസ്സിനെ വന്നിട്ട് അവളോട് ചോദിച്ചു, നിന്റെ കല്യാണം അല്ലേ, ഈ കല്യാണം നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ സുമിത്ര പറഞ്ഞു, അതെന്താ നടന്നാല് കല്യാണം നടത്താൻ വേണ്ടി തന്നെയാ ഇത് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നു പറയാം, അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ലെന്ന് പറയാം. നടക്കും ഇവളുടെ കല്യാണം, ഇവളുടെ കെട്ടാനായിട്ട് ആരും തയ്യാറാവില്ല, ഒരു കുഞ്ഞുണ്ടാവത്തില്ലെന്ന് പറയണം. ഇത് കേട്ടൻ പ്രിയാമണി പറഞ്ഞു, അതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് മഹേഷ് ഇവിടെ കഴുത്തിൽ താലിയാർത്താൻ പോകുന്നെന്ന് പറയാം. ഓ, അവനൊരു കുഞ്ഞുണ്ടല്ലോ, അതിനെ നോക്കാനായിട്ട് ആയിട്ട് കൊണ്ടുപോകുന്നതായിരിക്കില്ലേ. എന്താണല്ലോ കൊള്ളാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ വെറുതെ മോഹം കണ്ട എന്റെ മകന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയോളാം നീ, നിനക്ക് ഒരിക്കലും നല്ലൊരു ജീവിതം കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിക്കുകയാണ്. ഈ വെല്ലുവിളി എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്ത സങ്കടം വന്നു ഇഷ്ടത്തേക്ക്. ഈ സമയം പ്രിയാമണി എന്റെ വീട്ടിൽ കയറുന്ന അനാവശ്യം പറഞ്ഞാണ്ടല്ലോ, കാണിച്ചു തരാന്നൊക്കെ പറയണം. അപ്പോഴേക്കും മാഷ് വന്നിട്ട് പറഞ്ഞു, പ്രിയാമണി വേണ്ടാന്ന് പറയണം. കാരണം വീട്ടിൽ കയറി വന്ന അതിഥിയാ, അവരോട് മോശമായിട്ട് പെരുമാറാൻ പറ്റില്ലല്ലോ. മാഷ ആ രീതിക്കാണ് കണ്ടേക്കുന്നത്. പക്ഷെ പ്രിയാമണിക്ക് ആ പടം പറഞ്ഞു കയറി. മനസ്സിനെ അങ്ങനെ അവിടുന്ന് അതിശയിച്ച് അങ്ങോട്ട് വിട്ടി മനസ്സിന് നേരെ പോന്നേ ആ സ്വപ്നവല്ലിയുടെ അടുത്തേക്കാ. അപ്പൊ അവിടെ ചെന്ന് മനസ്സിനെങ്കിൽ പരിചയപ്പെടുത്തണം, ഞാൻ അപ്പുറത്തെ വീട്ടിലെ ഇഷിതയുടെ ചേച്ചി ആഷിതയുടെ അമ്മയാന്നൊക്കെ പറയാണ്. അങ്ങനെ പരിചയപ്പെടുത്തിയത് ഞാൻ സംസാരിച്ചിരിക്കുന്ന സമയത്ത് അവരോട്, അതെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ എന്ന് ചോദിക്കണം മനസ്സിനോട്. അല്ല മനസ്സിനെ സ്വപ്നവല്ലിയോട് ചോദിക്കുക, എന്ത് കാര്യം, അല്ല നിങ്ങൾ എന്തിനാ ഇത്ര വലിയ റിസ്ക് എടുക്കണമെന്ന്. എന്ത്, നിങ്ങളുടെ മോന് ഇതിനേക്കാളും നല്ല പെൺകുട്ടി കിട്ടത്തില്ലേ, അവൾക്ക് ഒരിക്കലും ഒരു അമ്മയാ സാധിക്കില്ല എന്ന് പറയണം. എന്റെ മോന് വേണ്ടി ഒന്ന് ആലോചിച്ചാ, അവളുടെ കല്യാണം മുടങ്ങിപ്പോയതേ എന്റെ മോനുമായിട്ടാ, അവൾക്ക് ഒരിക്കലും അമ്മയാകാൻ പറ്റില്ലെന്ന് സത്യം മറച്ചു വെച്ചിട്ടുണ്ടാ വിവാഹ ബന്ധത്തിലേക്ക് വന്നേ. അവസാനം സത്യങ്ങൾ അറിഞ്ഞപ്പോ ഞങ്ങൾ അവളെ ഒഴിവാക്കുകയോ ചെയ്തേന്നൊക്കെ പറയണം. ഇത് കേട്ട് സ്വപ്നവല്ലി, ആണോ, അങ്ങനെയാണ് പിന്നെ അവളുമായിട്ട് എന്തിനൊരു ബന്ധം, ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ വയ്യാത്ത സ്ത്രീയെ പിന്നെ ഷോക്കേസ് വെക്കാനാണോ വിളിച്ചോണ്ട് വരുന്നത്, വേണ്ട നമുക്ക് ഈ ബന്ധം വേണ്ടെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രാമനാഥന് ദേഷ്യം വന്നു. രാമനാഥൻ വിളിച്ചു, സ്വപ്നം നീ വെറുതെ അനാവശ്യ വാക്കുകളും സംസാരിക്കില്ലെന്ന് പറയണം. അല്ല രാമ, ഞാൻ ഒരക്ഷരം പോലും മിണ്ടരുത്, അറിയാലോ, കൂടെ നിന്ന് സംസാരിക്കരുത്. ഇവിടെ ചിപ്പിമോൾക്ക് അമ്മയായിട്ടാണ് അവൾ ഇങ്ങോട്ട് കുടുംബത്തിലേക്ക് വരാൻ പോകുന്നത്. ഇത്ര നല്ലൊരു പെൺകുട്ടിയെ ഇനി നിന്റെ മാന്യമാശി ഇട്ട് നോക്കിയാൽ പോലും കിട്ടത്തില്ലെന്ന് പറയണം. ഇത് കേട്ടൻ മനസ്സിന് പറഞ്ഞു, അതെന്താ തൊലിയൊളിപ്പ് വീണ് പോയതാണോ രാമനാഥൻ ചോദിക്കണം. അതെ, ഞങ്ങൾ തീരുമാനിച്ചത് ഈ കല്യാണം നടത്തണോ വേണ്ടതെന്ന്. ഞങ്ങൾ എന്നാലും പുറത്തുള്ള ഒരാളുടെ അഭിപ്രായം തേടുന്നില്ലെന്ന് പറയാണ്. അങ്ങനെ നാണം കെടുത്തി അവളെ അവിടെ നിന്ന് വിടുവാണ്. മനസ്സിൽ വിചാരിച്ചു, ഒരു കാരണവശാലും ഇവളുടെ വിവാഹം നടക്കാൻ പാടില്ല, അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ താൻ ഒന്നും അല്ലാതായി തീരുമെന്ന് ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. ഈ സമയത്ത് മാഷിന്റെ അടുത്തേക്ക് പ്രിയാമണി വന്നിട്ട് പറഞ്ഞു, മാഷേ എന്താ, അല്ല അവര് വന്ന് പറഞ്ഞിട്ടൊക്കെ പോയത് കേട്ടില്ലേ, അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട, അവരുടെ സ്വഭാവം അറിയാവുന്നല്ലേ. ഇനിയിപ്പൊ അവരൊക്കെ എന്തെന്ന് പറഞ്ഞാലും മഹേഷിനും ഇഷ്ടതയ്ക്കും നമ്മൾ ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് ഈ വിവാഹം നല്ല രീതിയിൽ തന്നെ നടക്കുമെന്ന് പറയാം. എന്നാലും ഒരു കുഞ്ഞിലെന്നും പറഞ്ഞ് അധിക്ഷേപിച്ച് ചെയ്യുമ്പം അതെന്തിനാ പ്രിയാമണി നീ ഇങ്ങനെയൊക്കെ പറയണേ, കുഞ്ഞില്ലാത്ത എത്രയോ മനുഷ്യന്മാര് ഈ ലോകത്തിലുണ്ട്. കുഞ്ഞിലെന്ന് പറഞ്ഞിട്ട് അവർക്ക് പോയി ആത്മഹത്യ ചെയ്യാൻ പറ്റുമോ, അവർക്ക് അവരുടെ ആ അവസ്ഥയല്ലേ അത്, അതിനും പറഞ്ഞുകൊണ്ട് അവരെ അധിക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ തന്നെ അവരുടെ മകന് കണ്ടില്ലേ, ദൈവം ഒരു കുഞ്ഞിനെ കൊടുത്തില്ല, അതിപ്പോ അവരുടെ കുഴപ്പമാണോ, ഒരിക്കലും അല്ല. അതിനകത്ത് ഇപ്പം നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ടോ പഴി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഒരു കുഞ്ഞുണ്ടായെന്ന് പറഞ്ഞിട്ട് ഇഷിതേനെ നമുക്ക് മാറ്റിയെടുത്താൻ പറ്റുമോ, ദൈവമല്ലേ ഇതൊക്കെ. ഒരു പക്ഷേ ഇനി നാളെ പറയാൻ പറ്റില്ല, മഹേഷുമായിട്ട് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കൊരു കുഞ്ഞുണ്ടാവില്ല എന്നൊക്കെ. എന്നാൽ ചിപ്പിമോളുണ്ടല്ലോ, ചിപ്പിമോള് സ്വന്തം അമ്മയെ പോലെയല്ലേ എപ്പോഴും ഇഷിതനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് പ്രിയാമണി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയാമണിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷെ പ്രിയാമണിക്ക് നല്ല ടെൻഷനായിരുന്നു, വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. പിന്നീട് ഇഷിതനെ വിളിക്കുന്നുണ്ട്. എന്തായി തീർന്ന കാര്യങ്ങൾ, നീ പൂർണ്ണ സമ്മതത്തോടെയാണോ ഇത് വിവാഹത്തിനൊക്കെ സമ്മതിച്ചെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ ഇഷിത പറഞ്ഞു, എനിക്ക് ചിപ്പിമോളെ വേണം, ചിപ്പിമോൾ ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ചേച്ചിയെന്ന് പറയണം. എനിക്കറിയാം മോളെ നിന്റെ മനസ്സെന്താന്ന്, പിന്നെ നീ എടുത്ത തീരുമാനം നല്ലതെന്ന് എനിക്കും തോന്നുന്നുണ്ട്. ഒരു പക്ഷേ നാളെ നിനക്കൊരു കുഞ്ഞില്ലെന്നുള്ള ചിന്ത നിന്നെ വല്ലാതെ അലട്ടും. ഒരു പക്ഷേ എങ്കിൽ ചിപ്പിമോൾ ഉണ്ടെങ്കിൽ അത് നിനക്ക് നല്ലതായിരിക്കും. നാളെ ഒരു കുഞ്ഞിനെ നീ ദത്തെടുക്കേണ്ടി വരും, ഇതാണ് പിന്നെ ആ ഒരു പ്രശ്നം വരത്തില്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആഷിത സമാധാനിപ്പിക്കുന്നുണ്ട് ഇഷിതേനെ. അങ്ങനെ ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇനിയിപ്പോൾ അധികം വൈകാതെ തന്നെ അവരൊന്നോ. പക്ഷെ ഇതിനിടയ്ക്ക് വലിയ ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇഷിതേനെ പോലീസ് പിടിക്കുന്നൊക്കെയുണ്ട്, കാരണം ഹോസ്പിറ്റലിലെ ആ കേസ് മൂലം. പക്ഷെ അവിടെ ചെന്ന് മഹേഷ് ഇഷിതേനെ ഇറക്കിക്കൊണ്ടൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ കാണാട്ടോ. അപ്പൊ ഇഷിതയ്ക്ക് മഹേഷിനോട് ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട്. അവൾ ഉദ്ദേശിച്ച പോലെ അല്ലല്ലോ
പാവമാണല്ലോ എന്നൊരു ചിന്തയൊക്കെ ഇഷിതയുടെ മനസ്സിലും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ അവർ ഒന്നാകും പോവാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.